Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ സ്റ്റഫ്ഡ് ചിക്കൻ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റഫ്ഡ് ഹോൾ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ഹോൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് നമ്മൾ കത്തി കൊണ്ട് എല്ലാ ഭാഗത്തുനിന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മസാല തേക്കുമ്പോൾ ശരിക്കും മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 50 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇഞ്ചി, പിന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് മസാലകളൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ. അതും നമ്മുടെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. ഇവിടെ ഞാൻ അധികം പുളിപ്പില്ലാത്ത തൈര്, നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കോൺഫ്ലോറും ഒരു മുട്ടയും കൂടെ ചേർക്കണം. ഞാൻ ചെറിയ ജാർ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാതിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കനിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ട് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ള ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഫുഡ് കളറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുഡ് കളർ ഞാനിവിടെ ടൈഗർ ബ്രാൻഡിൻ്റെ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ടൈഗർ ബ്രാൻഡ് ഓറഞ്ച് റെഡ് കളറാണ്. നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കോഴിമുട്ട 4ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ച മസാല തന്നെ ഈ മുട്ടയിലേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നമ്മൾ മസാല ചേർത്ത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് സ്റ്റഫ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സവാള നീളത്തിലരിഞ്ഞത്, 1 തക്കാളി, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ്. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം, ചൂടായ എണ്ണ ഒഴിച്ചതിന് ശേഷം മുട്ട ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്തും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ സ്റ്റഫിങ്ങിന്.
അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയും തയ്യാറാക്കുന്നത്. എണ്ണയിലേക്ക് തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഓപ്ഷണലാണ്. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ് ഫ്രൈയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം, കാര്യം ഇനി ഇത് അധികം വേകേണ്ട ആവശ്യമൊന്നുമില്ല. എഗ്ഗ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ചിക്കനിലേക്ക് സ്റ്റഫ് ചെയ്യാൻ. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. മസാല സ്റ്റഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സൂചിയും നൂലും തയ്യാറാക്കി വെക്കണം. കാര്യം നമ്മൾ സൂചിയും നൂലും ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മസാല പുറത്തേക്ക് വരും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല ഫുള്ള് സ്റ്റഫ് ചെയ്ത് വെക്കുക. ഇത് ഞാൻ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണ്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പോൾ മസാല ഫുള്ള് സ്റ്റഫായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സൂചിയും നൂലും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കണമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചിക്കന് വല്ലാത്ത പുളിപ്പായിരിക്കുള്ളൂ. തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കുള്ളൂ. ഒരുപാട് മുറുക്കമൊന്നും ഉണ്ടാവില്ല ഫ്രൈ ചെയ്താലും. പിന്നെ എഗ്ഗും കോൺഫ്ലോറും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ലാസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇതൊരു കത്രിക കൊണ്ട് സൂചി നൂല് വെട്ടി മാറ്റുക. ഇനി നമുക്കൊരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തതിന് ശേഷം വേണം എണ്ണയിലേക്ക് വെക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള മസാല കുറച്ചൊന്ന് മുകളിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ അടുപ്പിൽ വെക്കുമ്പോൾ ഒരുപാട് ഫ്ലെയിം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോവും, ഉള്ളു വേകുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ 2 ചട്ടകം യൂസ് ചെയ്തിട്ട് വേണം മറിച്ചിടാനായിട്ട്. നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊന്ന് തിരിച്ച് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ സൂചിയും നൂലും ചേർത്ത് തയ്ച്ച് വെച്ചിരിക്കുന്ന കാരണം മസാലയൊന്നും പുറത്തേക്ക് പോകാതെ നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തി അരിപ്പത്തിരിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. ഫ്രൈ ആയിക്കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.